ഗഡീസ് എന്തുട്ടാ പരിപാടി? ഉച്ചയായപ്പോൾ ചെറിയ വിശപ്പ് വന്നുട്ടാ. ഞാൻ നമ്മുടെ അപ്പൂബസും കൂടിയിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോയതാണ്. നോക്കി ചെന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടൽ അവിടെ നിന്ന് പൂട്ടിയിട്ട് വേറെ ഗണി മാറ്റിയിട്ടാ. ഇനി നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് മീൻ വറുത്തം മണടിച്ച് കേട്ടിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ കയറിയത്. നല്ല വിശപ്പുണ്ട്. ബാങ്ക് കയറി ഇരിക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ, ഉള്ളിൽ ഒട്ടുകൾ തിരക്കും. പക്ഷേ ഭയങ്കര നഷ്ടം ഉണ്ടായിരുന്ന ടൈമിനുള്ളിൽ അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് വണ്ടി ഇരിച്ച് നേരെ മാപ്രാണം വരെ എത്തി. മാപ്രാണം എത്തിയപ്പോൾ നമുക്ക് അസല് ചോറ് കിട്ടി. അവിടെ നിന്ന് അസല് ചോറ് തന്നെ പറയാട്ടാ. നല്ല അടിപൊളി പോർക്കും ബീഫൊക്കെ കൂട്ടിയിട്ട് ബെസ്റ്റുമാണ്. ഞാൻ ആ ചേട്ടനോട് വീണ്ടും 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 ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ചോറ് നിന്നുകൊണ്ടിരിക്കുന്നത്. ആൾ നല്ല സഹകരണം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അത് നമ്മൾ അത്യാവശ്യം നല്ല പോളിങ് തന്നെ നടന്നത്. നമ്മുടെ അപ്പു ബസ് വയറ് നിറച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ്. അതിന് നമ്മൾ 2 പാഴ്സലും കൂടി നടന്ന് പറഞ്ഞത്. ഈ ചേട്ടനായിട്ടാണ് നമ്മുടെ കടയുടെ ഓണർ. 5 മാസമായിട്ടുള്ള ആൾ കട തുടങ്ങിയിട്ട് ചേട്ടനും ചേച്ചിയും കൂടിയിട്ടാണ് നടത്തുന്നത്. നല്ലൊരു അസല് വീട്ടു സദ്യ അല്ല വീട്ടു ഊണ് എന്ന് തന്നെ പറയാം. നമ്മളെ മാപ്രാണത്തു നിന്ന് നന്ദിക്കരിക്ക് പോണ റോട്ടിലാട്ടെ സംഭവം വരുന്നത്. ലെഫ്റ്റ് സൈഡിലാട്ടെ ഈ സംഭവം വരുന്നത് തന്നെ. നല്ലൊരു ചെറിയൊരു ഷോപ്പാണ്. കാണുമ്പോൾ വലിയ ഇതൊന്നും തോന്നുന്നില്ല, പക്ഷെ നല്ലൊരു അസല് ഊണ് തന്നെയായിരുന്നു. അപ്പോൾ വീട്ടിലെ ഊണെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുന്ന തിരക്കായി ഉണ്ടായിരുന്നു. അത് നമ്മൾ പോരണ വഴിക്ക് കണ്ടാട്ടെ. ഈ നൊസ്റ്റടിക്കുന്ന ദിവസമാണ് കേട്ടോ നമ്മുടെ തുമ്പിക്കയുള്ള കിറ്റാച്ചി. എന്തുട്ടാ ലുക്ക് അല്ലേ? അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ റോട്ടിലൊക്കെ പറയുന്നത് കാണാനാണ്. അപ്പോൾ കേട്ടാ അടുത്തേൽ കാണട്ടാ.